നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. വേദങ്ങളിൽ ഒന്നും ഇന്ദ്രന് മാത്രമായി ഒരു യാഗത്തെക്കുറിച്ചും എഴുതിയിട്ടില്ല. നമ്മൾ ഗോപാലകരാണ്. നമ്മുടെ സമ്പത്ത് പശുക്കളാണ്. നമ്മൾ പശുക്കളെ പുല്ല് തിന്നാൻ വിടുന്നത് ഗോവർദ്ധന മലയിലേക്കാണ്. നമ്മൾ ഗോവർദ്ധന മലയാണ് എല്ലാത്തിനും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഗോവർദ്ധന മലയാണ് നമ്മൾ പൂജിക്കേണ്ടത്, ഇന്ദ്രനെയല്ല. എന്റെ പ്രിയപ്പെട്ട വൃന്ദാവനവാസികളെ, നമ്മൾ എല്ലാവരും ഗോവർദ്ധന മലയാണ് പൂജിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഗോവർദ്ധന മലയുടെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് വൃന്ദാവനത്തിലേക്ക് വെളിച്ചം പകരുന്നു. അവിടെ വളരുന്ന പച്ച പുല്ല് തിന്നുകൊണ്ടാണ് പശുക്കൾ നമുക്ക് മധുരമുള്ള പാൽ തരുന്നത്. അതിലെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ ദാഹം തീർക്കുന്നു. അതിന്റെ അടിവാരത്തിലാണ് നമ്മൾ കൃഷി ചെയ്ത് ധാന്യങ്ങൾ ശേഖരിക്കുന്നത്. മരങ്ങളുടെ തടികൾ കൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതും സുഖമായി ജീവിക്കുന്നതും. ജീവിക്കാനായി നമ്മൾ ആശ്രയിക്കുന്നത് ദേവേന്ദ്രനെ അല്ല, നമ്മുടെ അനുഗ്രഹീതമായ ഗോവർദ്ധന മലയെയാണ്. ഞാൻ അനുഗ്രഹിക്കുന്നു കൃഷ്ണ. നമ്മൾ എപ്പോഴും ഇന്ദ്രനെയല്ല, ഗോവർദ്ധന മലയാണ് പുകഴ്ത്തേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ കാഴ്ചകൾ കൊണ്ടുവരൂ. നമുക്ക് ഗോവർദ്ധന മലയുടെ മഹത്വത്തെ ആഘോഷിക്കാം. ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഗോവർദ്ധൻ വിജയിക്കട്ടെ! ഞാനാണ് ഗോവർദ്ധനമല. നിങ്ങൾ കാഴ്ചകൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. എന്റെ ആജ്ഞപ്രകാരം ജീവിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കന്നുകാലികളും അനുഗ്രഹീതരാകും. എത്ര മനോഹരമായ ആഘോഷമാണിത്. ഗോവർദ്ധനമല എത്ര സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ മധു? അത് ഗോവർദ്ധനമലയെ പൂജിക്കണം ബലരാമ. അതേസമയം ഇന്ദ്രനും എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു പക്ഷേ എന്തെങ്കിലും. ഒന്ന് ഇന്ദ്രന്, ഒന്ന് എനിക്ക്. രണ്ട് ഇന്ദ്രന്, രണ്ടെനിക്ക്. കണ്ടില്ലേ, വൃന്ദാവനത്തിലെ ജനങ്ങൾ ഗോവർദ്ധന മലയെ പൂജിക്കുന്നു. ഇത് അക്രമമാണ്. അവർക്ക് എന്തൊരു ധിക്കാരം! ഈ വിവരം ഞാൻ ഉടനെ ദേവേന്ദ്രനെ അറിയിക്കും. വരൂ സംവർദ്ധക, എനിക്ക് ലഭിച്ച ഉപഹാരങ്ങൾ കഴിച്ച് നീയും സന്തോഷിക്കൂ. ഒരു വിവരം അറിയിക്കാനുണ്ട് ദേവേന്ദ്ര. ഒരു ദുഃഖവാർത്തയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നീ പറയാൻ ഉദ്ദേശിക്കുന്നത് നീ അറിയാതെ ഏതെങ്കിലും ഗ്രാമത്തെ മഴയിൽ ആഴ്ത്തിയെന്നാണോ? അതങ്ങ് മറന്നേക്കോ. ഈ വാർത്ത അങ്ങയെ കോപിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ദേവേന്ദ്ര, വൃന്ദാവനത്തിലെ ജനങ്ങൾ അങ്ങയെ പൂജിക്കുന്നതിന് പകരം ഗോവർദ്ധന മലയെയാണ് പൂജിക്കുന്നത്. എന്ത്? ഗോവർദ്ധന മലയോ? എന്നെ പൂജിക്കുന്നതിന് പകരം ഗോവർദ്ധന മലയെ പൂജിക്കുന്നുവെന്നോ? ഇതെങ്ങനെ സംഭവിച്ചു സംവർദ്ധക? ഞാൻ അവർക്ക് ആവശ്യമുള്ള മഴ കൊടുത്തതല്ലേ? ഒരു നിസ്സാരനായ ബാലനാണ് അവരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. തമാശ പറയാനുള്ള നേരമല്ലത്. എന്നോട് ക്ഷമിക്കണം ദേവേന്ദ്ര, പക്ഷേ ഇതാണ് സത്യം. നന്ദന്റെ മകനായ കൃഷ്ണൻ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് വൃന്ദാവനത്തിലെ ജനങ്ങളുടെ മനസ്സുകളെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു നിസ്സാരനായ ബാലന്റെ വാക്കുകൾ കേട്ട് അവരെന്നെ മറന്നുവെന്നാണോ? അവർക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അവരെന്റെ കോപത്തിന്റെ ഫലം അനുഭവിക്കും. സംവർദ്ധക, ദേവേന്ദ്ര, എത്രയും പെട്ടെന്ന് വൃന്ദാവനത്തിലേക്ക് പോകൂ. എന്നിട്ട് അവിടെയുള്ള എല്ലാ പക്ഷി മൃഗാദികളെയും സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും നശിപ്പിക്കൂ.